കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ഹരീഷിനെ വിളിച്ച് പറയുന്നുണ്ട്, ഹരീഷ് ഞാൻ വരുമ്പോൾ കുറച്ച് ലേറ്റാകും കേട്ടോ, നീ ഡോർ ലോക്കൊന്നും ചെയ്യരുത് ഹരീഷ് എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടാ ഈ വീട് ഏതെങ്കിലും ഒരു ദിവസം ലോക്ക് ചെയ്തതായിട്ട് ചേട്ടന് ഓർമ്മയുണ്ടോ? അങ്ങനെയില്ലല്ലോ, ആരെങ്കിലും അവസാനം വരുന്നവർ അവസാനം ലോക്ക് ചെയ്തിട്ട് കയറി കിറക്കാറാണ് പതിവ്. അപ്പോൾ ഏട്ടൻ എവിടെ പോവാ? അതേടാ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഓട്ടോ ഉണ്ട്, ദൂരെയാണ്, കാത്തിരുന്ന് കിട്ടിയ ഓട്ടോ അല്ലേ, അപ്പോൾ ഞാനിത് കളയണ്ട എന്ന് വിചാരിച്ചു, അതുകൊണ്ട് നീ ലോക്ക് ചെയ്താതെ കിടന്നാൽ മതി, ഞാൻ വന്നതിന് ശേഷം ലോക്ക് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശരിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം നികേഷും ഹരീഷും സുഭാഷും നിധിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലടാ, എത്ര നേരമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണ്ടേ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ സഹായിക്കാം, എന്താ ഉണ്ടാക്കേണ്ടത് പറഞ്ഞാൽ മതി, കുറച്ച് മാവൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് മതിയോ ഏട്ടാ, ദോശ ഉണ്ടാക്കാൻ മതിയോ എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ അവിടെ മിണ്ടാതിരിക്കുക, ഏട്ടൻ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ വേണ്ട ഏട്ടാ ഞാൻ പോയി ഉണ്ടാക്കിക്കോളാം, ഏട്ടൻ അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ ശരി നീ ദോശ ഉണ്ടാക്കുക, ഞാൻ അതിനുള്ള കറി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ വേണ്ട ഏട്ടാ രാവിലെ സുഭാഷൻ വെച്ചിട്ട് പോയ സാമ്പാറൊക്കെ ഇഷ്ടം പോലെ ബാക്കിയുണ്ട്, അത് നാളെ രാവിലെ കൂടെ എടുത്താൽ പോലും തീരില്ല എന്നാണ് തോന്നുന്നത്, അതെന്താ മോളെ ആരും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ല ഏട്ടാ എല്ലാവരും വയറ് നിറയെ കഴിച്ചു, എന്നിട്ട് ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് രാത്രി അത് ചൂടാക്കി എടുക്കാം, ഞാൻ എങ്കിൽ പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടി അരയ്ക്കാം, ഇവിടെ നികേഷിന് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, എന്തിനേട്ടാ ഇപ്പോൾ സാമ്പാറുള്ളപ്പോൾ ഇനി ചട്നിയും കൂടെ അരച്ച് ബുദ്ധിമുട്ടുന്നത്, വേണ്ട ഇത് മതി ഏട്ടാ എന്ന് പറയുമ്പോൾ നികേഷ് നിനക്കിപ്പോൾ ചട്നിയും കൂട്ടി തന്നെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, അതോ നീ സാമ്പാർ കൂട്ടി കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ നികേഷ് ഹരീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട ഏട്ടത്തി എനിക്ക് സാമ്പാർ മതി എന്ന് പറയുമ്പോൾ സുഭാഷ് വീണ്ടും ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കോ സാമ്പാർ കൂട്ടി കഴിക്കുമോ, നീ അതിനെന്താ ഏട്ടാ സാമ്പാർ നല്ല ടേസ്റ്റ് അല്ലേ, അതും ഏട്ടനല്ലേ രാവിലെ ഉണ്ടാക്കിയത്, ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും കൂടി കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം, അതൊരു രസമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട നിങ്ങളിവിടെ ഇരിക്കുക, ഞാനും സുഭാഷ് ചേട്ടനും കൂടി പോയി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ കേട്ടോ. അങ്ങനെ സുഭാഷും നിധിയൊക്കെ ആയിട്ട് അടുക്കളയിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നിധി പുറത്തോട്ട് നോക്കുന്നുണ്ട്. എന്താ മോളെ എന്ത് പറ്റി, നീ എന്തിനാ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല സുഭാഷ് ചേട്ടാ സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല മോളെ, നീ ഫുഡ് കഴിക്കുക, അവനാണെങ്കിൽ വിശപ്പൊന്നും സഹിച്ചിരിക്കില്ല, അവൻ പുറത്ത് പോയിട്ട് കഴിഞ്ഞാൽ അവന് വിശക്കുന്നു എന്ന് തോന്നിയാൽ അവൻ കഴിച്ചിട്ടേ വരുള്ളൂ, നമ്മൾ കാത്തിരിക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരാണ്, അതുകൊണ്ട് മോൾ അതൊന്നും നോക്കണ്ട, മോൾ ഭക്ഷണം കഴിച്ചേന്ന് പറയുമ്പോൾ ശരിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. വീണ്ടും സുധീഷ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നിധി. എന്നിട്ട് പറയുന്നുണ്ട്, സുധീഷ് ഇത്ര വൈകി ഇങ്ങനെ വരാറില്ലല്ലോ ഏട്ടാ, ഇതെന്ത് പറ്റി ഇത്രയും വൈകുന്നതെന്ന് പറഞ്ഞതിന് ശേഷം സുധീഷിൻ്റെ ഫോണിലേക്ക് നിധി വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നിധിയുടെ ഫോണാണെന്ന് കാണുന്നതും വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തിയതിന് ശേഷം സുധീഷ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് എവിടെയാ സുധീഷ് എന്ന് ചോദിക്കുമ്പോൾ എന്താ നിധി എന്ത് പറ്റി, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സുധീഷിനെ ഒത്തിരി വൈകിട്ടും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, എവിടെ പോയിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഓട്ടത്തിന് പോയതാണ് നിധി, ഇനി കുറച്ചുകൂടി ലേറ്റാവും വരാൻ, നിധി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ ആ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ആരാ വൈഫായിരിക്കുമല്ലേ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ അവൾക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഇത്തിരി ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കാത്തിരിക്കുന്നതാണ്, ഞാനും അവളും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അവൾ എന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റ നിർബന്ധമായിരുന്നു, അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്, ഇപ്പോൾ എന്നെ ഇത്തിരി ലേറ്റായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കിയതാണ്, എവിടെ പോയി എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ ഒരു പുണ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ കഴിയുന്ന രണ്ട് പേര് കല്യാണം കഴിക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, ആ ഭാഗ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടല്ലോ നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അയാൾ. പെട്ടെന്ന് സുധീഷാണെങ്കിൽ വണ്ടി എടുത്തിട്ട് അയാളെ ആ സ്ഥലത്തേക്ക് കൊണ്ടാക്കുകയാണ്. വീട്ടിലാണെങ്കിൽ നിധിക്ക് യാതൊരു സമാധാനവും ഇല്ല, പതിയെ സുധീഷ് വരുന്നുണ്ടോ എന്ന് തന്നെ പുറത്തിറങ്ങി നോക്കുന്നതൊക്കെ നികേഷും ഹരീഷും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. വീണ്ടും നികേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടത്തിക്ക് ഒരു ദിവസം ഇല്ലാത്തൊരു വിപ്രാളമാണല്ലോ ഇന്ന്,
എന്താ ഏട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. സുധീഷ് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ വിളിച്ചപ്പോഴും ഒരു ഓട്ടത്തിലാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ വെറുതെ നോക്കിയതാ, എനിക്കെന്തോ ഇന്ന് ഉറക്കം വരാത്തതുപോലെ എന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ ആ ഒരു പരിങ്ങലൊക്കെ കാണുമ്പോൾ നികേഷിനും ഹരീഷിനും ഒക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു സ്നേഹം സുധീഷിനോട് നിധിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് വീണ്ടും നിധിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നികേഷ് ഒരുപാട് തവണ ചോദിച്ചു നോക്കുന്നുണ്ട്. എന്ത് പറ്റി ഏട്ടത്തി, ഞങ്ങളെ ആരെയും ഇങ്ങനെ കാണാതിരുന്നെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിക്ക് അത്ര വിഷമമൊന്നും വരാറില്ലല്ലോ. ഇതിപ്പോൾ സുധീഷ് ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പോടാ എണീറ്റ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് നിധി. ആ സമയത്ത് സുഭാഷും പറയുന്നുണ്ട്, നിധിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അവൾക്ക് ആരെ കണ്ടില്ലെങ്കിലും ഒരുപാട് സങ്കടമുണ്ട്, അല്ലാതെ ഒരാളോട് പ്രത്യേകിച്ച് സ്നേഹം അങ്ങനെയൊന്നുമില്ല അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതേ ഏട്ടാ, ഇവന്മാർ ചുമ്മാ ഇരുന്നിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കുന്നതാണ്, ഞാൻ എന്തായാലും പോയി കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിധി റൂമിനകത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കിടന്നിട്ടും നിധിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, അപ്പോൾ സുധീഷാണെങ്കിലും വരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇനി എന്തെങ്കിലും അപകടം പറ്റിക്കാണോ, രാജീവനും അരുണും ഒക്കെ ചേർന്നിട്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ സുധീഷിനോട് എന്തെങ്കിലും പ്രതികാരം ചെയ്തിട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് നിൽക്കുകയാണ് നിധി. അങ്ങനെ ഒരുപാട് നേരം കഴിയുമ്പോഴായിരിക്കും സുധീഷിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് നിധി പുറത്തേക്ക് ഓടി വരികയാണ്. നികേഷും സുഭാഷൊക്കെ ഉറക്കമായെങ്കിലും ഹരീഷ് ഉറങ്ങിയ മട്ടിൽ കിടക്കുകയാണ്. നിധി പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ ഹരീഷ് പുറകെ എണീറ്റ് പോകുന്നുണ്ട്. നിധിയുടെ ആ പരിങ്ങലൊക്കെ കാണുമ്പോൾ ഹരീഷിന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രണയമൊക്കെ സുധീഷിനോട് നിധിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പെട്ടെന്ന് ഓടി ചെന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്താ സുധീഷെ വൈകോ എന്ന് പറയുമ്പോൾ ഇത്രയും വൈകോ എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തിനാ എന്നെയും കാത്തു നിന്നത്, നിനക്ക് പോയി കിടങ്ങുന്നു കൂടായിരുന്നോ, ഇവിടെ ഇത് പതിവുള്ളതല്ലേ, ആരും ഇങ്ങനെ വാതിൽ തുറന്ന് തരാറൊന്നുമില്ല, ഞാൻ തന്നെയാണ് വാതിൽ തുറന്നങ്ങ് കയറുന്നത്, ആരാണോ അവസാനം വരുന്നത് അവർ തുറന്നു കയറും, അല്ലാതെ ഇവിടെ അങ്ങനെ ലോക്ക് ചെയ്യുന്നതോ ലോക്ക് എടുത്തു കൊടുക്കുവാനോ അങ്ങനെയൊന്നും ആരും കാത്തു നിൽക്കില്ല, അറിയില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഇരുന്നതാണ് സുധീഷ്, അല്ലാതെ ഞാൻ അങ്ങനെ നോക്കി നിന്നതൊന്നുമല്ല. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഹരീഷിന് കാര്യമൊക്കെ പിടികിട്ടുന്നുണ്ട്. വീണ്ടും നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചു, ഞാൻ പുറത്ത് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ലേ ഏട്ടത്തി, സുധീഷ് ഏട്ടൻ അങ്ങനെ വിശപ്പൊന്നും സഹിച്ചിരിക്കില്ല, എന്തെങ്കിലും പുറത്ത് നിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാക്കി വയ്ക്കാറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ എനിക്കറിയാം ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സുഭാഷ് ഏട്ടൻ എനിക്കുള്ളത് എന്തെങ്കിലും കരുതി വയ്ക്കുമെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ സുധീഷിന് വേണ്ടിയിട്ട് ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആണോ നിധി, എങ്കിൽ പിന്നെ സാരമില്ല, ഞാൻ ഒന്നുകൂടെ കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദോശയും സാമ്പാറൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ സുധീഷ്. പെട്ടെന്ന് തന്നെ നിധി റൂമിൽ കയറി അങ്ങ് കഥ കടയ്ക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പുറകിൽ കൂടെ വന്ന് ഹരീഷ് ദേഹത്തൊരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പേടിച്ചിട്ട് സുധീഷ് കൈ കൊണ്ട് അടിക്കാനായിട്ട് ഇങ്ങനെ തീരുമ്പോഴായിരിക്കും ഹരീഷാണെന്ന് മനസ്സിലാകുന്നത്. എന്താടാ നീ മനുഷ്യരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, എന്താടാ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്ത് കാര്യങ്ങളാണ് അറിയുമെങ്കിൽ ഇപ്പം ചോദിക്കുമ്പോൾ അതറിയണ്ട, നിധിയേട്ടത്തിക്ക് തീരെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താടാ പറ കേൾക്കട്ടെ. അല്ല ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര പരവേശമായിരുന്നു, പുറത്തേക്ക് വരുന്നു, ആഹാരം കഴിക്കുന്നില്ല, കതക് തുറക്കുന്നു, അങ്ങനെ ഒരു വെപ്രാളായിരുന്നു, ഒരുപാട് തവണ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു സുധീഷ് ഏട്ടൻ വന്നോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ മാറ്റിയും മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കാര്യം പിടികിട്ടി, സുധീഷ് ഏട്ടനോട് ഇപ്പോൾ ഏട്ടത്തിക്ക് എന്തോ സ്നേഹം ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആണോടാ, എന്നോട് അങ്ങനെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടോ അവൾക്ക്, അവൾ എന്നെ അന്വേഷിച്ചോ, അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതേ ഏട്ടാ, ഇവിടെ നിധിയേട്ടത്തി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോക്കുമായിരുന്നു, സുധീഷ് വന്നില്ലേ, സുധീഷ് ഭക്ഷണം കഴിച്ചോ, സുധീഷ് വിളിച്ചില്ലല്ലോ, അങ്ങനെ ഓരോന്നും പറഞ്ഞ്. അപ്പോൾ സുധീഷ് ഏട്ടനാണ് പറഞ്ഞത്, മോള് പേടിക്കേണ്ട, അവനിങ്ങ് വന്നോളും, ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതുപോലെ രാത്രി ഓട്ടോ ഒക്കെ വരുമ്പോൾ അവൻ താമസിച്ചാണ് വരാറ്, മോള് പേടിക്കേണ്ട എന്നൊക്കെ ഒരുവിധം സമാധാനിപ്പിച്ചിട്ടാണ് നിധിയേട്ടത്തി ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത്. എങ്കിലും സുധിയേട്ടനെ കാണുന്നത് വരെ നിധിയേട്ടത്തിക്ക് ഭയങ്കര ഒരു വെപ്രാളം തന്നെയായിരുന്നു. അതും ആ മുഖം കണ്ടാൽ അറിയാം, സുധീഷേട്ടനെ കണ്ടതും ഒരു ബൾബ് കത്തിയതുപോലെയായിരുന്നു നിധിയേട്ടത്തിയുടെ മുഖത്ത് ഒരു പ്രകാശം. എന്തായാലും സുധീഷേട്ടനോട് നിധിയേട്ടത്തിക്ക് ചെറിയൊരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇവിടെ ഞാനും നിധിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ നീതു ഇവിടെ വന്നിരുന്നു. അപ്പോൾ നിധിയേട്ടത്തി നീതുവുമായിട്ട് സംസാരിച്ചു.
നീതുവിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തിനെ എങ്ങനെ വെറുതെ പിണങ്ങുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണ്ടേ, എങ്ങനെ ദേഷ്യപ്പെടുകയാണോ വേണ്ടത്. ഹരീഷിനോട് വിളിച്ച് സോറി പറഞ്ഞുവിടായിരുന്നോ നീതുവിന്, എന്ത് സാഹചര്യത്തിലാണ് ഹരീഷ് ഫോൺ എടുക്കാത്തതെന്ന് നീതു അറിഞ്ഞിരുന്നോ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നീതുവിനോട് ഏട്ടത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ടോ, അവിടെയോ, അപ്പോൾ പ്രശ്നത്തിന് നിൻ്റെ ഏട്ടത്തിയമ്മയും ഉണ്ടായിരുന്നുള്ളൂടാ, അവളിപ്പോൾ ഒരു ഓൾറൗണ്ടർ ആണല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നീതു വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ ആരാടാ വിളിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് നീതു ആണ് ഏട്ടാ, എനിക്ക് ഫോൺ എടുക്കാൻ വയ്യ, എടുത്തു കഴിഞ്ഞാൽ അവൾ ദേഷ്യത്തോടു കൂടിയേ സംസാരിക്കുകയുള്ളൂ. ഇല്ലടാ, നിധി എന്തായാലും അവളോട് സംസാരിച്ചില്ലേ, നിധി അവളോട് എന്തായാലും നിന്നെ നന്നായിട്ട് പുകഴ്ത്തിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്, നീ ഇത് പാവമാണ്, അവളോട് ക്ഷമിക്കണം. ഏത് സാഹചര്യത്തിലാണ് അവൾ നിന്നോട് ദേഷ്യപ്പെട്ടത്, നിനക്ക് എന്ത് പറ്റിയതാണ്, നീ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നിന്നോടൊരു സോറി പറയാൻ തന്നെയായിരിക്കും അവൾ വിളിക്കുന്നത്. അതുകൊണ്ട് നീ ഫോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, അവൾ അതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും സംസാരിക്കുന്നത്. അവൾക്ക് എപ്പോഴും ദേഷ്യമാണ്, അവളുടെ വാശി ജയിക്കണം. എനിക്ക് വയ്യേട്ടാ. വീണ്ടും നീതു ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ നീ മറിച്ച് നിൽക്കാതെ എടുക്കുക, അവൾ സോറി പറയാൻ തന്നെയായിരിക്കും വിളിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ രണ്ടാമതും വിളിക്കില്ല. അവൾക്ക് എന്തായാലും മനസ്സിലായി കാണും ഏത് സാഹചര്യത്തിലാണ് നീ ഫോൺ എടുക്കാത്തതെന്ന്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ നിന്നോട് സോറി പറയും, നിങ്ങളുടെ പ്രശ്നം തീരുകയും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വഷളാവുകയുള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അകന്നു പോവും. അതുകൊണ്ട് നീ എടുക്കുക, അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹരീഷ് സുധീഷിൻ്റെ നിർബന്ധപ്രകാരം ഫോൺ എടുക്കുകയാണ്. തുടർന്ന് നീ ഇത് പറയുന്നത്, നീ എന്തിനാ ഫോൺ എടുക്കാതിരുന്നത്, ഏത് സാഹചര്യത്തിലാണ് നീ ഫോൺ എടുക്കാത്തത് എന്ന് നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ. അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്, അതല്ലേ നമ്മൾ പിണങ്ങാൻ കാരണം. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് നീതു. അപ്പോൾ ഹരീഷിന് വീണ്ടും അവളിങ്ങനെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും നാളെ അവളെ നേരിട്ട് കാണാം, അപ്പോൾ നമ്മൾ പ്രശ്നമൊക്കെ പറഞ്ഞ് പരിഹരിക്കാം. ഏട്ടൻ നോക്കിക്കോ, ഇങ്ങനെ ഒരു പ്രണയം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏട്ടത്തി വൈകാതെ തന്നെ സുധീഷ് ഏട്ടനെ ഭർത്താവായിട്ട് അംഗീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് പല കാര്യങ്ങളും ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ സുധീഷും നിധിയുമായിട്ടുള്ള പ്രണയരംഗങ്ങളായിരിക്കും ഇനി കാറ്റത്തെ കിടക്കൂടിൽ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്